തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് അല്പസമയം വചനം ചിന്തിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 29-ഉം 30-ഉം വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 29-30 വാക്യങ്ങൾ വായിക്കാം. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വരുപ്പാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. യഹൂദന്മാർ അവനെ എറിവാൻ പിന്നെയും കല്ലെടുത്തു. മതി മതി മതി. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 29-30 വാക്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. അടുത്തെന്താ പറയുന്നത്? പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. ഇതാണ് നമ്മൾ വായിച്ചതായ വചനഭാഗം. ഞാൻ ഇന്ന് ഈ വചനം എടുക്കാനുള്ളതായ കാരണം, നമ്മിൽ പലരും ഈ വാക്യവുമായി നമ്മുടെ അടുത്തേക്ക് വരുന്നു. അവർ 29-ാം വാക്യം എടുക്കത്തില്ല, 30-ാം വാക്യത്തിൽ ആ ഒരു ചെറിയ കഷ്ണം മാത്രം എടുക്കും. ഞാനും പിതാവും ഒന്നാകും. ഇത് എങ്ങനെയാണ് അവരിതുമായി നമ്മുടെ അടുത്തേക്ക് വരുന്നത്? നമ്മൾ വിശുദ്ധ തിരുവെഴുത്തുകളെ ആധാരമാക്കി ബൈബിൾ പ്രഘോഷിക്കുന്ന ഏക സത്യദൈവത്തെക്കുറിച്ച്, ഓൺലി ട്രൂ ഗോഡ്, ഒരേ ഒരുവൻ മാത്രമായ സത്യദൈവത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല ഒരു പങ്കാൾക്കാരും പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുന്ന ഒരു വാക്യത്തിന്റെ കഷണമാണ് ഞാനും പിതാവും ഒന്നാകുന്നു. ആയിക്കോട്ടെ, ഞങ്ങൾക്കതിൽ തർക്കമില്ല. നിങ്ങൾ എന്ത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ കഷണം ഞങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നതെന്ന് കൂടി പറഞ്ഞു തരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതവർ പറയത്തില്ല. ഞാനും പിതാവും ഒന്നാകും. ആയിക്കോട്ടെ സുഹൃത്തെ, നമുക്ക് തർക്കമില്ല. ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പ്രാരംഭ ഭാഗം മുതൽ നമ്മൾ ആടിനെ കുറിച്ചും ഇടയനെ കുറിച്ചും യേശുക്രിസ്തു പറയുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ ആടുകളെ യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്ന പിതാവെന്ന് പറയുന്ന ഒരാളെ കുറിച്ച് യേശു പറയുന്നുണ്ട്. അതാണ് 29-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. ഈ ആടുകളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവനാണ്. അപ്പോൾ എല്ലാവരിലും വലിയവനായ ഒരു പിതാവുണ്ടെന്നും ആ പിതാവ് ഈ ആടുകളെ യേശുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നും യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ആ ആടുകളെ പിതാവിന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നുകൂടി പറഞ്ഞ ശേഷം ആണ് യേശു പറയുന്നത്, ഞാനും പിതാവും ഒന്നാകുന്നു. ഞങ്ങൾക്ക് ഈ വചനത്തോട് പൂർണ്ണ യോജിപ്പാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 28-ാം വാക്യം
ഞാൻ പോവുകയും ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. എന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. ഒന്ന് നിന്ന് ശ്രദ്ധിക്കണേ. ഞാൻ എന്ന് പറയുന്നത് ഈ യേശുവാണ്. പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ, അപ്പോൾ ഈ യേശു പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. ഇതാണ് അവിടെ യേശുക്രിസ്തു പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനേക്കാൾ വലിയവനായ ഒരു പിതാവുണ്ടെന്നും ആ പിതാവിന്റെ അടുക്കലേക്ക് യേശുക്രിസ്തു പോകുന്നുണ്ട് എന്നും ആണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ യേശുവിനേക്കാൾ വലിയവനായ പിതാവ് യേശുക്രിസ്തുവിന്റെ കയ്യിൽ ആടുകളെ ഏൽപ്പിച്ചവനായ പിതാവ്, എല്ലാവരിലും വലിയവനായ പിതാവ്, യേശുവിനേക്കാളും വലിയവനായ പിതാവ്, ഈ വലിയവനായ പിതാവും ഈ യേശുവും ഞങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് എന്തിനാണ്, നിങ്ങൾ എന്ത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ വാക്യവുമായി ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടേ ഇല്ല. നിങ്ങൾ തുടർന്ന് പറഞ്ഞു തരണ്ടേ. ഞങ്ങളിവിടെ ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ദൈവത്തിന്റെ പുത്രൻ വന്നറിയിച്ചു തന്ന ഒരേ ഒരുവൻ മാത്രമായ സത്യദൈവത്തെ കുറിച്ച് പറയുമ്പോൾ, ആ ഒരേ ഒരുവൻ മാത്രമായ സത്യദൈവം എന്നത് യേശുക്രിസ്തുവിനെ അയച്ചിരിക്കുന്ന പിതാവാണ് എന്ന സത്യത്തെ സുവ്യക്തമായ തെളിവുള്ള ബൈബിൾ വചനങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ ഖണ്ഡിക്കുവാൻ കഴിയാതെ ഞാനും പിതാവും ഒന്നാകുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് സ്ഥാപിക്കും അതുകൊണ്ട്? ഇതാണ് ഞങ്ങൾക്കുള്ള ചോദ്യം. അതിന് മറുപടി പറയത്തില്ല. പോകട്ടെ, ഞങ്ങളായിട്ട് അങ്ങോട്ട് ചോദിക്കാം. ഈ യേശുവും പിതാവും ഒരാൾ തന്നെയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അർത്ഥമാക്കുന്നത് യേശുവും പിതാവും ഒരാൾ തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഈ വാക്യം കൊണ്ടുവരുന്നത്? അതിനും മറുപടി പറയത്തില്ല. വെറുതെ ഈ ഒരു വാക്യത്തിന്റെ കഷണം ഞാനും പിതാവും ഒന്നാകുന്നു എന്ന ആ കഷണം ഞങ്ങളുടെ മുൻപിലേക്ക് എടുത്തിട്ടിട്ട് തുടർന്ന് പറയുവാൻ ഒന്നുമില്ലാതെ ഈ അരണയുടെ ഓർമ്മയെന്ന് കേട്ടിട്ടുണ്ട്. അരണയുടെ ഓർമ്മ അതെന്താണെന്നറിയാമോ? അരണ ഇങ്ങനെ ഓടി ഇങ്ങോട്ട് വരും, പക്ഷെ എന്തിനാ വന്നതെന്ന് അത് മറന്നുപോകും. ഇനി ഇങ്ങനെ വല്ല പ്രശ്നം ഇവരെ ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ അരണയുടെ ഓർമ്മ വല്ലതും നിങ്ങളെ ബാധിച്ചതാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും നിങ്ങളത് പറഞ്ഞു വെക്കത്തില്ല. ഓക്കെ, അപ്പൊ ഇനി ഞങ്ങളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സുഹൃത്തെ, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു പറഞ്ഞ വചനം ഞങ്ങൾക്ക് പുതിയതല്ല. ഞങ്ങൾ ഇത് തിരുവെഴുത്തിൽ കാണുന്നതാണ്. യേശുക്രിസ്തു പറഞ്ഞതാണ്. ആ പിതാവ് യേശുവിനേക്കാൾ വലിയവനാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തു പറഞ്ഞതായി വിശുദ്ധ വേദപുസ്തകത്തിൽ സുവ്യക്തമായ തെളിവോടെ കിടക്കുകയാണ്. അപ്പൊ ഇനി ഇവർ രണ്ടുപേരും ഒരാളാണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങളാകുന്നത് നോക്കിയാൽ അത് നടക്കത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നന്നായി അറിയാവുന്നത് കൊണ്ട് നിങ്ങൾ തുടർന്ന് മിണ്ടത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞ ആ ഒന്ന് എന്താണെന്ന് യേശുക്രിസ്തു വിശദീകരിച്ചിരിക്കുന്നത്
നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിലെ 11-ാം വാക്യം, 21-ാം വാക്യം, 23-ാം വാക്യം, ഇതൊക്കെയും ഈ ഒന്നിനെ വിശദീകരിക്കുന്നതാണ്. യേശുക്രിസ്തുവിനേക്കാൾ വലിയവനും എല്ലാവരെക്കാളും വലിയവനുമായ പിതാവും ഞങ്ങൾ ഒന്നാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യത്തെ യേശുക്രിസ്തു തന്നെ വിശദീകരിച്ച് തന്നിരിക്കുന്നത് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 11-ാം വാക്യം. ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ ശിഷ്യരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരോ ലോകത്തിലിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് വെയിറ്റ് ചെയ്യണേ. അവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാണ്? യേശുവിന്റെ ശിഷ്യവൃന്ദത്തെ കുറിച്ചാണ്. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ശിഷ്യവൃന്ദത്തെ കുറിച്ചാണ് അവർ എന്ന് അവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ ശിഷ്യവൃന്ദം എന്ന് പറയുമ്പോൾ നമുക്ക് പേരെടുത്ത് പറയാവുന്ന 12 ശിഷ്യന്മാരെ പേരെടുത്ത് പറയാം. സ്പെഷ്യലി അപ്പോസ്തലന്മാർ. ഈ 12 പേര് എല്ലാവരും കൂടി ഒരാളാകുമെന്നാണോ പറഞ്ഞത്? ഒരാളാകണമെന്നാണോ പറഞ്ഞത്? അല്ല എന്നുള്ളത് ഏതൊരു കൊച്ചു കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. പത്രോസ്, അന്ത്രയോസ്, യോഹന്നാന്, യാക്കോബ്, ഇങ്ങനെ അനേകരായ ഈ ശിഷ്യന്മാർ, അവരെ കൂടാതെ പിന്നെയും വലിയൊരു ജനസമൂഹം, യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഈ വലിയ ജനസമൂഹം, ഇവരൊന്നാകണം. എങ്ങനെ ഒന്നാകണമെന്നാണ്? അവരും നമ്മെ പോലെ ഒന്നാകണം. മനസ്സിലായോ? അപ്പം ഈ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവവും ഇവരെങ്ങനെ ഒന്നാകുന്നുവോ അതേ ഒന്നാകൽ ഈ അനേകരായ ശിഷ്യർക്കും ഉണ്ടാകേണ്ടി ഇരിക്കുന്നു എന്ന് യേശുക്രിസ്തു അവിടെ പറയുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇനി നമുക്ക് 21-ാം വാക്യത്തിലേക്ക് വരാം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന്. ഇപ്പൊ മനസ്സിലായോ? ഇനി തുടർന്ന് 23-ാം വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകമറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന് തന്നെ. ഇപ്പൊ മനസ്സിലായോ? അനേകരായ ശിഷ്യവൃന്ദം അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന്, ആ ഐക്യത്തിൽ തികഞ്ഞതിന്റെ ഉദാഹരണമായിട്ടാണ് യേശുക്രിസ്തു പറയുന്നത്, ഞാനും പിതാവും ഒന്നാകുന്നു, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന്, ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന്. വളരെ ക്ലിയർ അല്ലേ പ്രിയമുള്ളവരെ? യേശുക്രിസ്തുവും പിതാവും അവർ ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവർ ഐക്യത്തിൽ തികഞ്ഞവരാണ് എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഈ വലിയവനായ പിതാവ് യേശുക്രിസ്തുവിന് ആടുകളെ കൊടുത്തിരിക്കുന്നു എന്നും പിതാവ് എല്ലാവരെക്കാളും വലിയവനാണെന്നും ഈ വലിയവൻ യേശുക്രിസ്തുവിനേക്കാളും വലിയവനാണെന്നും ഇതെല്ലാം യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കേ
പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്ത് സ്ഥാപിക്കാനാണ് ഈ വാക്യവുമായി ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതെന്ന് ഞങ്ങൾക്ക് ഇന്ന് വരെ മനസ്സിലായില്ല. കാരണം നിങ്ങൾ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് സ്ഥാപിച്ചിട്ടുള്ളതായിട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടേയില്ല. വെറുതെ ഒരു വാക്യം ഞങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിടുകയാണ്. അപ്പോൾ ഈ യേശുക്രിസ്തുവും പിതാവും ഒരാളു തന്നെയാണോ അല്ല എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം എണ്ണി എണ്ണി വാക്യങ്ങൾ സഹിതം തെളിയിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എത്ര വാക്യം വേണം? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 15, 16 വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15, 16 വാക്യങ്ങൾ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ആര് തരുമെന്നാണ് യേശു ക്രിസ്തുവിടെ പറയുന്നത്? എന്താണ്? ഞാൻ പിതാവിനോട് ചോദിക്കും. അപ്പൊ ഇവിടെ പ്രഥമ പുരുഷൻ ആരാണ്? ഫസ്റ്റ് പേഴ്സൺ. ഇംഗ്ലീഷിൽ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നതിന് മലയാളത്തിൽ പ്രഥമ പുരുഷൻ അല്ലെങ്കിൽ പ്രഥമ വ്യക്തി എന്ന് പറയാം. ആരാണ്? യേശുക്രിസ്തു. എന്നാൽ ഞാൻ അടുത്തതാരാണ്? പിതാവിനോട് ചോദിക്കും. സെക്കൻഡ് പേഴ്സൺ, ദ്വിതീയ പുരുഷൻ. അടുത്തത് ഞാൻ പിതാവിനോട് ചോദിക്കും. അവൻ ആര്? ഈ ദ്വിതീയ പുരുഷൻ അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം. ഫസ്റ്റ് പേഴ്സൺ യേശുക്രിസ്തു സെക്കൻഡ് പേഴ്സണായ പിതാവിനോട് അപേക്ഷിക്കും. ആ പിതാവ് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ, തേർഡ് പേഴ്സണെ അയച്ചു തരും. ഇതല്ലേ നമ്മൾ അവിടെ കാണുന്നത്? അപ്പോൾ അപേക്ഷകനും അപേക്ഷ സ്വീകരിക്കുന്നവനും ആ അപേക്ഷ സ്വീകരിച്ചിട്ട് അപേക്ഷകന്റെ അപേക്ഷ പ്രകാരം അയക്കപ്പെടുന്ന മൂന്നാമനും, ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ തിരുവെഴുത്ത് വ്യക്തമാക്കുകയാണ്. യേശുക്രിസ്തു സ്വയം, യേശുക്രിസ്തുവിന്റെ പിതാവല്ല, യേശുക്രിസ്തു സ്വയം, യേശുക്രിസ്തു പറഞ്ഞ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനല്ല, യേശുക്രിസ്തു തന്നെയാണ് പിതാവ്, യേശുക്രിസ്തു തന്നെയാണ് പുത്രൻ, യേശുക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്നിത്യാദി അവകാശവാദവുമായി പഠിപ്പിച്ചു കൊണ്ടുവരുന്ന കൾട്ട് സമൂഹത്തെ നമ്മൾ കാണുന്നുണ്ട്, ധാരാളം കണ്ടിട്ടുണ്ട്. ഇവരൊന്നും ഈ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നതേയില്ല, അല്ലെങ്കിൽ ഇത് കാണിക്കുമ്പോൾ ഇതിന്റെ മുമ്പിൽ മിണ്ടാറില്ല. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ നിങ്ങൾക്ക് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരും. അപ്പോൾ യേശുവും പിതാവും ഒരാൾ തന്നെയല്ല എന്ന് വ്യക്തമായല്ലോ. എത്ര വാക്യങ്ങൾ വേണം? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 28, 29 വാക്യങ്ങളിലേക്ക് വരിക. പലരും അവകാശപ്പെടുന്നത് ദൈവം താൻ സ്വയം, സകലത്തിന്റെ സൃഷ്ടാവായ ദൈവം സ്വയം ഒരു മനുഷ്യനായി വന്നതാണ് യേശുക്രിസ്തു എന്നാണ് പലരും പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 28, 29 വാക്യങ്ങൾ വായിക്കാം. ആകയാൽ യേശു ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ എന്നെ അറിയുന്നു, ഞാൻ എവിടെ നിന്ന് വന്നു എന്നും നിങ്ങൾ അറിയുന്നു. ഞാൻ സ്വയമായിട്ട് വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാണ്, അവനെ നിങ്ങൾ അറിയുന്നില്ല. ഞാൻ അവന്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും അവൻ എന്നെ അയച്ചിരിക്ക കൊണ്ടും ഞാൻ അവനെ അറിയുന്നു. കേൾക്കണേ,
യേശു ക്രിസ്തു വളരെ ക്ലിയറായി പറയുകയാണ്. അടുത്ത വാക്യങ്ങൾ എടുത്തു വെച്ചോ. 8-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം കൂടി എടുത്തു വെച്ചുകൊടുക്കുക. അപ്പോൾ ഇവിടെ യോഹന്നാൻ 7-ന്റെ 28-29 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു വളരെ സ്ഫുടമായി തന്നെ പറയുന്നു, ഞാൻ സ്വയമായി വന്നവനല്ല, എന്നെ അയച്ചതാണ്. എന്നെ അയച്ചവൻ സത്യവാനാണ്. ഞാൻ അവന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ അവനെ അറിയുന്നു. ഇനി 48-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം. യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. അപ്പോൾ യേശു ക്രിസ്തു സ്വയം സകലത്തിന്റെ സൃഷ്ടാവായ ദൈവമാണെന്നും അവൻ സ്വയം ഒരു മനുഷ്യനായി വന്നതാണെന്നും പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ പരിശോധിക്കണം. കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയുള്ളവരുടെ തലക്കിട്ട് അടി കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഞാൻ സ്വയമായിട്ട് വന്നതല്ല, എന്നെ അയച്ചതാണ്. എന്നെ അയച്ചവൻ സത്യവാനാണ്. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. അവൻ എന്നെ അയച്ചതാണ്. യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ദൈവം. അതുകൊണ്ടാണ് യേശുക്രിസ്തു വളരെ കൃത്യമായി പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യഭാഗങ്ങൾ, യോഹന്നാൻ 17-ന്റെ 1 മുതലുള്ള വാക്യഭാഗങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ്. വായിക്കാം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, ആരോടാ പറയുന്നത്? പിതാവിനോട് പറയുകയാണ്. എവിടെയാണ് പിതാവ്? സ്വർഗത്തിലാണ് പിതാവ്. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം നിത്യജീവൻ നൽകേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അപ്പൊ കേൾക്കണേ, ഇവിടെ യേശു സ്വർഗത്തേക്ക് നോക്കി പിതാവിനോട് പറയുകയാണ്, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. ദ അവർ ഹാസ് കം. സമയമായിരിക്കുന്നു. അവിടുത്തെ പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും നിത്യജീവനെ കൊടുക്കേണ്ടതിന് അവിടുന്ന് സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. പുത്രന് അധികാരം നൽകിയവനായ പിതാവ്. മനസ്സിലായോ? അങ്ങനെ ഒരുവനുണ്ട്. യേശുക്രിസ്തു തന്നെയാണ് പുത്രനെന്നും യേശുക്രിസ്തു തന്നെയാണ് പിതാവെന്നും യേശുക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവെന്നും പഠിപ്പിക്കുന്ന വ്യാജ ഉപദേശങ്ങളെ നിങ്ങൾ സൂക്ഷ്മതയോടെ കണ്ടറിയണം. തിരുവെഴുത്തുകളെ പരിശോധിക്കണം. വിശുദ്ധ വേദ പുസ്തകം സുവ്യക്തമായ തെളിവോടെ പഠിപ്പിക്കുന്ന സത്യങ്ങളെ എന്റെ പ്രിയരെ നിങ്ങൾ സൂക്ഷ്മതയോടെ പരിശോധിക്കണം. യേശുക്രിസ്തു തുടർന്ന് പറയുന്നതൂടെ വായിക്കാം. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പോൾ നിത്യജീവൻ എന്താണെന്ന് കൂടി അവിടെ പറഞ്ഞു വെക്കുകയാണ്. എന്താണ്? ഏക സത്യദൈവം, ഓൺലി ട്രൂ ഗോഡ്. ആരാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നീ സ്വർഗത്തേക്ക് നോക്കി പിതാവിനോട് സംസാരിക്കുന്നു. മറന്നു പോകരുത്. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ദിസ് ഈസ് ലൈഫ് ഇറ്റേണൽ, that they might know thee, the only true God, and Jesus Christ whom thou hast sent. അവിടുന്ന് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും ഒരേ ഒരു സത്യദൈവമായ അവിടുത്തെയും അറിയുന്നത് നിത്യജീവനാണ്. The only true God according to the Bible
is the Father, the one who sent Jesus Christ. This is the truth the Bible teaches. ഇതിന് വിപരീതമായ ഉപദേശങ്ങളുമായി വരുന്ന ഏതൊരുവനെയും നമ്മൾ അറിഞ്ഞ് ഒഴിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനു വേണ്ടത് ഏതൊരു ഉപദേശിയുടെയും പ്രസംഗം കേട്ടിട്ട് അത് അതുപോലെ വിഴുങ്ങുകയല്ല. ബെരോവയിലുള്ള വിശ്വാസികളെ പോലെ അവർ ദിവസേന വചനം കേൾക്കുകയും ആ കേൾക്കുന്നതൊക്കെയും അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് കാണുന്നത്. നമ്മൾ ഏതൊരു ഉപദേശിയുടെയും പ്രസംഗം കേട്ടിട്ട് കണ്ണടച്ച് വിശ്വസിക്കരുത്. തിരുവെഴുത്തുകളെ പരിശോധിച്ച് ഉറപ്പിക്കണം. ഇന്നെടുത്ത വിഷയം എനിക്ക് നമ്മുടെ സമയ പരിമിതി കൊണ്ട് തീർക്കുവാൻ കഴിയുകയില്ല. തുടർന്നുള്ള ദിവസങ്ങൾ നമ്മൾ ഈ വിഷയത്തിൽ തന്നെ തുടർന്ന് പഠിക്കുന്നതാണ്. അനേക വചനങ്ങൾ വിശുദ്ധ വേദപുസ്തകം വളരെ സുവ്യക്തമായ തെളിവോടെ യേശുക്രിസ്തുവിനെ അയച്ചവനായ ഒരേ ഒരുവൻ മാത്രമായ സത്യദൈവത്തെയും വളരെ കൃത്യതയോടെ വരച്ചു കാട്ടുന്ന വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മുടെ മുൻപിൽ അടിസ്ഥാനമായി ലഭ്യമായിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുവാനും ആയതിലൂടെ ലഭ്യമാകുന്ന നിത്യജീവനെ അവകാശമാക്കുവാനും നമ്മുടെ ചുവടുകൾ വളരെ ദൃഢതയോടുകൂടി വെക്കേണ്ടത് വളരെ ആവശ്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മുടെ നിത്യജീവന് ആവശ്യമായ സുവ്യക്തമായ തെളിവുള്ള വചനങ്ങളുടെ ആധാരത്തിൽ നമ്മളുടെ സത്യവിശ്വാസത്തെ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുന്ന വചനങ്ങളാണുള്ളത്. നമ്മൾ മുമ്പൊരിക്കൽ ചിന്തിച്ചതാണ് യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ച ഒരു വചനഭാഗം നമ്മൾ മുമ്പൊരിക്കൽ മെഡിറ്റേറ്റ് ചെയ്തതാണ്. അവിടെ അതിന്റെ 4-5 വാക്യങ്ങളിലാണെന്നാണ് എന്റെ ഓർമ്മ. വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടുവാൻ പ്രബോധിപ്പിച്ചെഴുതേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഓരോരുത്തൻ വരുന്നവനും പോകുന്നവനും വായിൽ തോന്നുന്ന ഉപദേശങ്ങൾ പറയുന്നതല്ല, മറിച്ച് ഒരിക്കലായി വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. അങ്ങനല്ലേ വാക്യം? അതല്ലേ വായിച്ചേ? വാക്യം 4-5 വാക്യം, 3-4-5 വാക്യങ്ങൾ വായിച്ചു. വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നിർത്തുകയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും കേൾക്കുന്നില്ലേ? കണക്ഷൻ കട്ടായിട്ടുണ്ടോ? ഇവിടെ ഓക്കെ ആണല്ലോ. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാമോ? അപ്പോൾ കൺക്ലൂഡ് ചെയ്യാണ്. ഫേസ്ബുക്കിൽ ലൈവ് വരുന്നുണ്ട്, ശ്രദ്ധിച്ചോളുക. ഓക്കെ. ഇവിടെ ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ കേൾക്കാമോ? ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഓരോരുത്തർ വരുന്നവരും പോകുന്നവരും തോന്നിയതുപോലെയുള്ള ഉപദേശങ്ങൾ പഠിപ്പിക്കുവാനല്ല, മറിച്ച് വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസമുണ്ട്. അതിനുവേണ്ടി പോരാടണം. പലരും ഈ ഓരോ ഉപദേശങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി തെളിവില്ലാതെ വരുമ്പോൾ അവർ പറയും പ്രോഗ്രസീവ് റെവലേഷൻ ആണെന്ന് പറഞ്ഞ് ഒരു തന്ത്രവുമായിട്ട് വരുന്ന പലരെയും കണ്ടിട്ടുണ്ട്. ഈ പ്രോഗ്രസീവ് റെവലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കരുത്. വിശുദ്ധ തിരുവെഴുത്ത് വളരെ ശ്രദ്ധയോടെ പരിശോധിക്കുന്ന ഏതൊരുവനും വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം, വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയും അവന്റെ ശിഷ്യന്മാരിലൂടെയും പകർന്നു ലഭിച്ചിരിക്കുന്ന സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നിന്നും വഴിതെറ്റിക്കുവാൻ ശ്രമിക്കുന്ന സകലരെയും ഒഴിഞ്ഞിരിക്കുക. ഇത് സംഘടനയുണ്ടാക്കാനല്ല, ഇത് നമ്മുടെ നിത്യജീവന്റെ വിഷയമാണ്. ഈ ഭൂമിയില് സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാനല്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവനെ ബാധിക്കുന്ന വിഷയമാണ്. എന്താണ് നിത്യജീവൻ എന്നാണ് നമ്മൾ യോഹന്നാൻ 17:3 വായിച്ചത്. ദിസ് ഈസ് ലൈഫ് ഇറ്റേണൽ, ഇതാകുന്നു നിത്യജീവൻ. ഏതാണ്? ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതു തന്നെ നിത്യജീവൻ. ഇത് നമ്മുടെ നിത്യജീവനെ ബാധിക്കുന്ന വിഷയമാണ് കേട്ടോ. അതുകൊണ്ട് ആരുടെയും ബ്രെയിൻ വാഷിൽ വീണു പോകരുത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച സത്യവചനങ്ങളുടെ മുമ്പിൽ സമ്പൂർണ്ണ സമർപ്പണമുള്ളവരായി മുന്നേറേണ്ടത് നമുക്ക് ആവശ്യമാണ്. യോഹന്നാൻ 5:24 നമ്മൾ വായിക്കുന്നത് നമുക്ക് വളരെ പരിചിതമായ വചനമാണ്. അവിടെ യേശുക്രിസ്തു വളരെ അരക്കിട്ടുറപ്പിച്ചാ പറയുന്നത്, ആമേൻ ആമേൻ, ട്രൂലി ട്രൂലി, വെർലി വെർലി എന്ന് ഇംഗ്ലീഷിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആർക്കാ നിത്യജീവൻ? യേശുക്രിസ്തു പറഞ്ഞ വചനം കേട്ട് യേശുക്രിസ്തുവിനെ അയച്ചവനിൽ വിശ്വസിക്കുന്നവനാണ് നിത്യജീവനുള്ളത്. അവനാണ് ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നത്. അവനാണ് രക്ഷയുള്ളത്. യേശുക്രിസ്തു പറഞ്ഞ വചനം കേട്ട് യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവാണ് ഒരേ ഒരു സത്യദൈവമെന്ന് തിരിച്ചറിഞ്ഞ് അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവനാണ് ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നത്. ആകയാൽ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സത്യവചനത്തെയും സത്യ ഉപദേശത്തെയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് നിത്യജീവന്റെ പ്രത്യാശയുള്ളവരായി നമ്മുടെ ചുവടുകളെ തിരുവെഴുത്തുകളിൻ പ്രകാരം ദൃഢതയോടെ മുന്നോട്ട് വയ്ക്കാം. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി തിരുവെഴുത്തുകളോട് ചേർന്ന് സഞ്ചരിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ ദൈവാസന്നതയിൽ നമുക്ക് വണക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ തോമസ് കുട്ടി അച്ചായൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.